ഓ അടിപൊളിയാവും, സൂപ്പർ, ഒന്നും സംശയിക്കാനില്ല. കേരളം കണ്ട ഏറ്റവും വലിയ മനസ്സിലാവും. എന്താ ചെയ്യുക? കുടിവെള്ളമില്ല, റേഷൻ പീടികയിൽ ചെമ്മണില്ല, അരിയില്ല, ഗോതമ്പില്ല, വികസനമില്ല. വരട്ടെ, വിജയിക്കട്ടെ. കുറേ കാലമായില്ലേ ഇവർ 40-50 കൊല്ലമായല്ലോ. അപ്പോൾ ഒരു മാറ്റം വരണം. ഇപ്പോൾ ഇവിടെ ഈ പാലം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായാലും പാലത്തിൻ്റെ ഇവിടെ പാലം വരും എന്ന് പറഞ്ഞാൽ ഭൂമിൻ്റെ അടിയിൽ കൂടിയ പാലം വരും എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വന്നിട്ടില്ല. VKC മത്സരിക്കുമ്പോൾ ഇപ്പോൾ പൊതുമരാമത്ത് മന്ത്രിയായി, അതൊന്നും നടന്നിട്ടില്ല. ഈ ജങ്കാർ 4-5 മാസമായി നിർത്തിച്ചപ്പോൾ ഈ വാട്ടർ ഫെസ്റ്റിന് വന്നപ്പോഴാണ് വീണ്ടും തുടങ്ങിയത്. ഓ അടിപൊളിയാവും, സൂപ്പർ, ഒന്നും സംശയിക്കാനില്ല. ഭയങ്കരമായിട്ട് കേരളം കണ്ട ഏറ്റവും വലിയ മനസ്സിലാവും. മണ്ഡലം ഇതായിരിക്കും ജനങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലമായിട്ട് മാറും. 45 കൊല്ലത്തിന് ശേഷം 45 കൊല്ലമായി നമ്മൾ അനുഭവിക്കുന്നത്. ഇത് ഇടതുപക്ഷത്തിന്റെ കയ്യിൽ നിന്ന് ഈ പ്രാവശ്യം അനൂറിനെ പടച്ചോനിറക്കിയതാ. ഇത് ഈ മത്സരം വിജയം കാണാനുള്ള മത്സരമാണ്, ഒരു സംശയമില്ല. ഇവിടുത്തെ ജനങ്ങൾ, ബേപ്പൂർ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ് 2 ദിവസമായിട്ട് ആവേശം തന്നെയാണ്. ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന, രാജ്യത്തിന് വരുമാനം കിട്ടുന്ന ഒരു ഹാർബറാണ് ബേപ്പൂർ ഹാർബർ. പക്ഷേ കുടിവെള്ളം പോലും ഹാർബറിൻ്റെ മുറ്റത്ത് വന്നിട്ട് ബേപ്പൂരിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ബോട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള വെള്ളം വരെ കിട്ടാത്ത സൗകര്യമാണ്. ബോട്ടുകൾ കെട്ടാനും സൗകര്യമില്ല. അപ്പോൾ മത്സ്യത്തൊഴിലാളികളോട് മന്ത്രിയുടെ നിയോജകമണ്ഡലമായ ബേപ്പൂർ വളരെയധികം പിന്നോക്കമായി നിൽക്കുകയാണ്. എന്തായാലും തിരിച്ചടിക്കും. 2019 ലക്ഷദ്വീപിലേക്കുള്ള കപ്പൽ യാത്ര അവസാനിച്ചതാ. ഇതുവരെ അത് പുനഃസ്ഥാപിക്കാൻ ഈ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാണ് ടൂറിസത്തിൽ നിന്ന് ഗൾഫിലേക്കും ചൈനയിലേക്കും മറ്റുള്ളിടത്തേക്കൊക്കെ ഇവിടുന്ന് കപ്പൽ ഓടിക്കുമെന്ന് പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് ഇവിടുന്ന് ലക്ഷദ്വീപിൽ നിന്നുള്ള കപ്പലെങ്കിലും ഇവിടെ നമ്മുടെ തീരദേശത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ അവരുമായിട്ടുള്ള ആ യാത്രക്ക് കുറേ കൂടി എളുപ്പമുണ്ടാവും എന്നുള്ളതാണ്. ബേപ്പൂർ ഹാർബറിലേക്ക് ഒരു 150 കോടി റുപ്യൻ്റെ ബോർഡ് ബേപ്പൂർ അങ്ങാടിയിൽ വെച്ചിട്ടുണ്ട്. ബേപ്പൂർ പോർട്ടിലേക്ക് പാസ്സാക്കിയെന്ന് പറഞ്ഞു. അവിടെ ഒരു 50 ലക്ഷം റുപ്യൻ്റെ ഇതുവരെ വികസനം നടന്നതായിട്ട് കണ്ടിട്ടില്ല. ഭയങ്കരമായിട്ട് തെരഞ്ഞെടുപ്പ് ഇത്തവണ മാറും. അത് ഉറപ്പിക്കുക, തീർച്ചയായിട്ടും. അതിൽ കൂടുതൽ ഇതിൽ 50 കഴിയും. 1 ലക്ഷം ആണെങ്കിലും നമ്മളിവിടെ മാറ്റിയെടുക്കും. അടിച്ചു മാറ്റാണ് പുള്ളി. ഇവിടെ ഒരു 4 കരിങ്കല്ലിട്ട കോടികൾ കടൽ കയറി 10 കോടി അതിലെ പോയി, 15 കോടി ഇതിലെ പോയി. കടൽ പണിയെടുക്കണ മത്സ്യത്തൊഴിലാളികൾ എന്താ ചെയ്യുക? കുടിവെള്ളമില്ല, റേഷൻ പീടികയിൽ ചെമ്മണില്ല, അരിയില്ല, ഗോതമ്പില്ല, വികസനമില്ല. എല്ലാം മാറും. അതിനാണ് അനുവറിനെ പഠിച്ചോന്ന് ഇവിടെ ഇറക്കിയായി. വിജയിപ്പിക്കും അനുവറിനെ. തീർച്ചയായിട്ടും. ഈ മത്സരവും സ്ഥാനാർത്ഥിയൊന്നും പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും ബേപ്പൂർ എന്ന് പറയുന്ന ഒരു മത്സരത്തിന്റെ ചൂടിലേക്ക് മാറിയിരിക്കുന്നു. PV അൻവർ വരികയാണെങ്കിൽ വലിയ ആവേശകരമായ മത്സരം ഉണ്ടാവുമെന്ന് ബേപ്പൂരുകാർ ഉറപ്പിക്കുകയാണ്. മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.